ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എങ്ങനെ ഗാനമേളയ്ക്ക് ഇരുന്ന് ഇത്തിരി നേരം ആസ്വദിച്ച ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്ന് ഞങ്ങൾ വരുന്ന വഴി കണ്ട കുറച്ച് ലൈറ്റുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓണം പ്രമാണിച്ച് മിക്ക സ്ഥലങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു. അത്തപ്പൂക്കളം, ലൈറ്റ്, അത് നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് രാത്രി അതിനുശേഷം ഞങ്ങളിങ്ങനെ വരുമ്പോൾ കണ്ട കുറച്ച് ലൈറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ വരുന്നത് കാരണം നിർത്തിയൊന്നുമല്ല, ഇങ്ങനെ യാത്രക്കിടയിൽ ഇങ്ങനെ എടുത്തു പോയതാണ് കേട്ടോ. വണ്ടി ഇരുന്നത് കൊണ്ട് തന്നെ എടുത്തതാണ്. ചേട്ടൻ ഇങ്ങനെ പറയുന്നത് അവിടെ ലൈറ്റ് കാണുന്നുണ്ട്, പെട്ടെന്ന് ഫോൺ എടുത്തോന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് തരും, പക്ഷെ നമുക്ക് ചില സ്ഥലങ്ങളിൽ അങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നിർത്താനും പറ്റത്തില്ലല്ലോ. അങ്ങനെ എടുത്ത കുറച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ കാണാനായിട്ട്. റോഡിന് ഇരുവശവും നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ നമ്മൾ കണ്ട ഗാനമേള കൂടാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ, വേറെ സ്ഥലങ്ങളിൽ തന്നെ ഗാനമേളയും ഭക്തി ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു, നാടൻപാട്ട് നടക്കുന്നുണ്ടായിരുന്നു, പിന്നെ തിരുവാതിരക്കളി, പിന്നെ അതല്ലാതെ തന്നെ നമ്മളെ ഓൾഡ് ഹിറ്റ്സ് ഗാനമേള, നമ്മളെ പ്രായമുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മള് കൊച്ചുങ്ങളൊക്കെ കൊണ്ടായിരുന്നു. അവരൊക്കെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച കാരണം പിന്നെ നമുക്കൊക്കെ എങ്ങ് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മൾ പിന്നെ നേരെ ഇങ്ങ് വരണേത് അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ പോവാമെന്ന് അവർ തന്നെ പറഞ്ഞു കേട്ടോ. കുട്ടിയൊക്കൊന്നും ഗാനമേളയൊക്കെ ആയതുകൊണ്ടായിരിക്കും അവർക്കൊന്നും ഭയങ്കര താല്പര്യം ഇല്ലല്ലോ. അതുകൊണ്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു. കടകളില്ല, തിരുവോണം അല്ലായിരുന്നു. അപ്പൊ അതിൻ്റെതായ അവധിയൊക്കെ ഉള്ളത് കാരണം കടകളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് അതുപോലെ ഉറക്കവും വന്നിട്ട് ബന്ധപ്പെട്ട് നമ്മള് കടകളൊന്നും വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ആർക്കും കഴിക്കാനൊന്നും വാങ്ങിക്കത്തില്ല, ഹോട്ടലുകളൊന്നും ഇല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും വിശന്ന് തളർന്നവര് ഒരു വല്ലാത്തത് നമ്മള്. പക്ഷെ അവർ എൻജോയ് ചെയ്താൽ പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ മതി, വീട്ടിൽ എത്തി വല്ല കഴിക്കണം, കിടക്കണം എന്നുള്ളതാണ്. തിരുവനന്തപുരം സിറ്റിയിലോട്ടൊന്നും കേറിയിട്ടില്ല കേട്ടോ. തിരുവനന്തപുരം സിറ്റിയുടെ വേറൊരു ഭാഗമാണിത്. നമ്മളെ കാട്ടാക്കട, നെയ്യാറ്റിൻകര, കാട്ടാക്കട, പള്ളിക്കാട്, അങ്ങനെ അതിലെ നമ്മള് നെടുമങ്ങാട് ഇറങ്ങി അങ്ങനെ വരുന്നതാണ്. നെടുമങ്ങാട് എത്തിയില്ല, പക്ഷെ നെടുമങ്ങാടൊന്നും അങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലേ. പക്ഷെ സിറ്റിയിലൊക്കെ നല്ല ലൈറ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്ന വീഡിയോ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ബാക്കി നമ്മൾ എവിടെ പോയതാണെന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ. ഇതൊക്കെ നമ്മൾ നല്ല ഫാസ്റ്റ് വണ്ടി ഇങ്ങനെ നല്ല സ്പീഡ് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ എടുത്തു പോയത്. ഇതൊക്കെ ഞാൻ തിരിഞ്ഞൊക്കെ നിന്നാണ് കേട്ടോ, കാർ ഇരുന്നോണ്ടൊക്കെ ചരിഞ്ഞൊക്കെ നിന്നോണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. കുറെ ലൈറ്റ് ഇത് എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഇങ്ങനെയൊക്കെ ലൈറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇത് ഓരോ ഏരിയകളിലും കുറച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് പല സ്ഥലങ്ങളിലുള്ള വീഡിയോ കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് നമ്മൾ രാവിലെ എടുത്ത അത്തമാണല്ലേ. രാവിലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അത്തം, നമ്മൾ ഇതിന് മുമ്പുള്ള ഓണത്തിന്റെ വീഡിയോയിൽ അത്തത്തിന്റെ വീഡിയോയില് നമ്മൾ അത്തം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിനകത്തുണ്ട് ആ അത്തമുണ്ട്. പിന്നെ ഞാൻ എടുത്ത സമയത്ത് കടകളിലുള്ള ചെറിയ ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഓണം പ്രമാണിച്ചിട്ടേക്കുന്ന തന്നെയാണ്, അത് കടക്കാരിട്ടേക്കുന്നത്. ഇവിടെ ലൈറ്റ് ആണെന്ന് അതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതൊരു പള്ളി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പിറ്റേന്ന് നബിദിനമായത് കൊണ്ട് അതിന്റെ ചെറിയൊരു ലൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ എവിടെയൊക്കെയോ അല്ലേ. അതിന്റെ ലൈറ്റും ഉണ്ടായിരുന്നു. എന്തായാലും കണ്ട ലൈറ്റ് എല്ലാം എടുത്തു. പള്ളി എടുത്തതാണ്. എന്താണെങ്കിലും അടിപൊളി തന്നെ. ഇതൊക്കെ ചെറിയ രീതിയിൽ ചെയ്തേക്കുന്നത് കേട്ടോ. സിറ്റിയിൽ നല്ല കലായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ ചെയ്തേക്കുന്നത്. മയിലിനെയൊക്കെ നിർത്തി അവര് അത്തോടത്തപ്പോ മോളിലൊക്കെ ലൈറ്റ് എടുക്കാൻ പറ്റിയില്ല. എങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ എല്ലാം എടുത്തത് ഞാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം എടുത്തത് നമ്മുടെ വാവച്ചിയാണ്, ഫോട്ടോഗ്രാഫർ വാവച്ചി. പിന്നെ എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവര് നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ചെയ്തതാണെങ്കിലും വലിയ രീതിയിൽ ചെയ്തതാണെങ്കിലും എങ്ങനെ ചെയ്തതാണെങ്കിലും അവരുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ. നമ്മളെ ഓണം പ്രമാണിച്ച് അവർ ഇങ്ങനെയെങ്കിലും ചെയ്തല്ലോ എന്നുള്ള രീതിയിലൊരു എഫേർട്ട് എടുത്ത് ചെയ്ത ലൈറ്റിനുള്ള ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ അവർക്കുള്ള നമ്മളെ ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്കിത് കരുതാല്ലേ. നമ്മൾ അവരുടെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് എന്തായാലും കൊള്ളാം. അതെ, ഇത് കടകളെടുത്തതാണ് കേട്ടോ ലൈറ്റ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഒരേ കളറായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ ലെവലല്ലേ. പിന്നെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരിടത്ത് ഇറങ്ങേണ്ടി വന്നു. നമ്മളങ്ങനെ ഇറങ്ങി ഇത്തിരി ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പിന്നെ യാത്ര തുടർന്നു. അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ നേരെ എത്താറായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ
കുഞ്ഞു ലൈറ്റ് അറിയാൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. താങ്ക് ഫോർ വാച്ചിങ്.